പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 7 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കർത്താവ് ഇപ്രകാരമാണ് സംസാരിക്കുന്നത്. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചുവെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പ കർത്താവിൻ്റെ കരുണയ്ക്ക് കൊടുത്ത ഏറ്റവും നല്ല നിർവചനം ഇതായിരുന്നു. പാപികൾക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിടുന്ന ദൈവത്തിന് കൊടുക്കാവുന്ന പേരാണ് കരുണ. ചില നിമിഷങ്ങളിൽ നമുക്കും അനുഭവപ്പെട്ടേക്കാം കർത്താവ് എന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയാണെന്ന്. പലപ്പോഴും നമ്മുടെ നിലവിളികൾക്ക് മുമ്പിൽ, പ്രാർത്ഥനകൾക്ക് മുമ്പിൽ എന്തുകൊണ്ടാണ് കർത്താവ് മൗനം പാലിക്കുന്നതെന്ന് നമ്മളിൽ പലരും ചോദിച്ചിട്ടുണ്ടാവാം. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കും, നമ്മളോട് അനന്തമായ കരുണ കാണിക്കുവാൻ ഈശോ മൗനം പാലിക്കും. ആ മൗനത്തിൻ്റെ അർത്ഥം കുറച്ചുകൂടി കരുണയോടെ കർത്താവ് നമ്മളെ തിരിച്ചു വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. നമ്മൾ മനഃപൂർവ്വം അകന്നു പോകുമ്പോഴും ഈശോ നമ്മളെ തൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ അയോഗ്യതകളെ, കുറവുകളെ പൂർണ്ണമായി കൊടുക്കാം. കുടുംബത്തിൽ, മക്കളിൽ, ജീവിത പങ്കാളിയിൽ, തൊഴിൽ മേഖലകളിൽ, രോഗപീഠകളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നിരാശയിലും കർത്താവിൻ്റെ കരുണ പെയ്തിറങ്ങട്ടെ. അവിടുന്ന് നമ്മളോട് ഇപ്പോഴും പറയുന്നു, മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കുമെന്ന്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.